പ്രഭാത സൂര്യൻ്റെ മുൻകിരണങ്ങൾ കൊണ്ട് വിളങ്ങി നിൽക്കുന്ന ചെന്നൈ എന്ന മഹാനഗരത്തിലൂടെ പഴമ തേടി എൻ്റെ യാത്ര ആരംഭിച്ചു. ഒരു ഓട്ടോറിക്ഷയിലാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. ഓട്ടോ ഡ്രൈവറോട് ഞാൻ പ്രത്യേകം പറയുകയുണ്ടായി, ചെന്നൈയുടെ പുതുമയിലേക്ക് എനിക്ക് പോകാൻ താല്പര്യമില്ല, ചെന്നൈയുടെ പഴമയിലേക്കാണ് എനിക്ക് പോകേണ്ടത്. അദ്ദേഹം എൻ്റെ വാക്കുകൾ ശിരസ വഹിച്ചുകൊണ്ട് ഓട്ടോ പഴയ കാലത്തെ ബ്രിട്ടീഷുകാരുടെ സംഭാവനയായ ചില കാഴ്ചകളിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടു പോകുവാൻ മുന്നോട്ട് യാത്ര തുടർന്നു. അതിനിടയിൽ ഞാനിവിടെ മറ്റ് ചില കാഴ്ചകൾ കാണുകയുണ്ടായി. ജീവിതം കൂട്ടിമുട്ടിക്കാനായി പരക്കം പായുന്ന ജനങ്ങൾ, നടന്നും വാഹനങ്ങളിലും ഒക്കെ അവർ ജീവിതത്തോട് പൊരുതി വിജയിക്കുവാൻ പോകുന്ന കാഴ്ച. ബ്രിട്ടീഷുകാർ മികച്ച സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു സ്ഥലമാണ് ചെന്നൈ. ഈ കാണുന്നത് ചെന്നൈ റെയിൽവേ സ്റ്റേഷനാണ്. ഇതാണ് ചെന്നൈയിലെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ പുതിയ പണികൾ നടക്കുന്നുണ്ട്. എന്നാൽ പുതിയതിലേക്ക് കടന്നു പോകുവാൻ എനിക്ക് താല്പര്യമില്ല. ഈ കാണുന്ന പഴമയിലൂടെ സഞ്ചരിക്കുകയാണ് എൻ്റെ ലക്ഷ്യം. ബ്രിട്ടീഷുകാർ നിരവധി കെട്ടിടങ്ങൾ, അതുപോലെ തന്നെ നിരവധി പാലങ്ങൾ, നിരവധി പാർക്കുകൾ, അങ്ങനെ നയനമനോഹരമായ നിരവധി കാഴ്ചകൾ ഇവിടെ സമ്മാനിച്ചിട്ടുണ്ട്. ആ കാഴ്ചകളിലൂടെ സഞ്ചരിക്കുകയാണ് ഞാനിപ്പോൾ. ഈ മഹാനഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് നിൽക്കുമ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ എന്നെ അത്ഭുതഭരിതനാക്കി മാറ്റി. അതുപോലെ തന്നെ പള്ളികളും അമ്പലങ്ങളും ഒക്കെ തിങ്ങി നിറഞ്ഞ ഒരു ഇടമാണ് ചെന്നൈ. പണ്ട് മദ്രാസ് എന്നറിയപ്പെട്ടിരുന്ന ഈ മഹാനഗരം ഇപ്പോൾ ചെന്നൈ എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ പ്രധാന പട്ടണങ്ങളിൽ ഒന്നാണ് ചെന്നൈ. ഇവിടെ ധാരാളം മലയാളികൾ ജോലി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിരവധി വിനോദസഞ്ചാരികൾ ഈ ചെന്നൈയുടെ കാഴ്ചകൾ കാണാൻ ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. സ്വദേശികളും വിദേശികളും ഒക്കെ ധാരാളം വന്നെത്തുന്ന ഈ മഹാനഗരത്തിൽ കൂടി എൻ്റെ യാത്ര തുടരുകയാണ്. പഴയ കാഴ്ചകളിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടു പോകുവാൻ ഓട്ടോ ഡ്രൈവർ കാത്തു നിൽക്കുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് ചില കാഴ്ചകളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് വീണ്ടും എത്തിച്ചേർന്നു. ഒരു വിദേശ വനിത ചെന്നൈയുടെ കാഴ്ചകളിലൂടെ സഞ്ചരിച്ച് പോകുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ ഈ കണ്ടത്. എന്നെ കാത്തു നിൽക്കുന്ന ഓട്ടോ ഡ്രൈവർ എന്നെ മറ്റൊരു പഴമയിലേക്ക് കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത്. ഒരുപാട് പഴയ കാലത്തെ പുസ്തകങ്ങളും ബ്രിട്ടീഷ് ഭരണകാലത്തെ നാണയങ്ങളും ഉപകരണങ്ങളും ഒക്കെ കിട്ടുന്ന ഒരു മാർക്കറ്റിലേക്കാണ് അദ്ദേഹം ഇപ്പോൾ എന്നെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്. ആ കട രാവിലെ തുറക്കുന്നതേ ഉള്ളൂ. എന്നാലും കടയുടെ ഉടമ ആ പഴയ കാലത്തെ നാണയങ്ങളും ഉപകരണങ്ങളുമൊക്കെ എന്നെ കാട്ടിത്തരുവാനുള്ള സെർമൻസ് കാണിക്കുകയുണ്ടായി. ഈ കാണുന്നത് പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന നാണയങ്ങളാണ്. പഴയ രാജാക്കന്മാരുടെയും ബ്രിട്ടീഷുകാരുടെയും ഒക്കെ ഭരണകാലത്ത് നിലവിലുണ്ടായിരുന്ന നാണയങ്ങളാണ് ഈ കാണുന്നത്. ഇതിനൊക്കെ വലിയ വില കിട്ടുന്ന നാണയങ്ങളാണ്. ഇവിടെ നിരവധി ആൾക്കാർ വന്ന് ഈ നാണയങ്ങൾ ശേഖരിച്ച് കൊണ്ടുപോകുന്നുണ്ട് എന്നാണ് കടയുടമ പറഞ്ഞത്. അതുപോലെ തന്നെ ഇവിടെ പുരാതനമായിട്ടുള്ള പല വിഗ്രഹങ്ങളും അതുപോലെ തന്നെ റാന്തൽ വിളക്കുകളും ഉണ്ട്. ഈ കാണുന്നത് മണ്ണെണ്ണയിൽ പ്രവർത്തിക്കുന്ന ഒരു ഫാനായിരുന്നു. ഈ കാണുന്ന ഉപകരണങ്ങളെല്ലാം പണ്ട് കാലത്ത് മനുഷ്യർ ഉപയോഗിച്ചുകൊണ്ടിരുന്നവയാണ്. ഇന്ന് ഇതിൻ്റെ മൂല്യം വളരെ വലുതാണ്. ഈ നാണയങ്ങളും അതുപോലെ തന്നെ ഈ ഉപകരണങ്ങളൊക്കെ വാങ്ങാൻ വിദേശികളും ഇവിടെ എത്തുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ കാഴ്ചകളൊക്കെ മനസ്സിന് വല്ലാത്ത സന്തോഷമാണ് എനിക്ക് സമ്മാനിച്ചത്. ഇനി ഇവിടെ നിന്ന് മറ്റ് ചില പഴയ കാലത്തെ കാഴ്ചകൾ തേടി ഞങ്ങൾ യാത്ര ആരംഭിക്കുകയാണ്. ഇനിയും നിരവധി ബ്രിട്ടീഷുകാരുടെ സംഭാവനകൾ ഇവിടെ ഉണ്ട്. ആ സംഭാവനകളൊക്കെ എങ്ങനെയാണ് എന്നൊന്ന് കാണുവാനാണ് ഞങ്ങൾ പോകുന്നത്. ചില ഇടവഴികളിലൂടെയും അതുപോലെ തന്നെ മെയിൻ റോഡുകളിലൂടെയും ഒക്കെ സഞ്ചരിച്ച് വേണം അവിടെ എത്തിച്ചേരുവാൻ. ഈ ചെന്നൈയുടെ ഹൃദയഭാഗത്ത് ഒളിഞ്ഞിരിക്കുന്ന നയനമനോഹരമായ പല കാഴ്ചകളുണ്ട്. ആ കാഴ്ചകളിലേക്ക് ഒക്കെ എന്നെ കൂട്ടിക്കൊണ്ടു പോകാം എന്ന് ഓട്ടോ ഡ്രൈവർ പറയുകയുണ്ടായി. അത് പ്രകാരം ഞങ്ങൾ മുന്നോട്ട്
സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനിയും നിരവധി നല്ല നല്ല പഴമയിൽ വിളങ്ങി നിൽക്കുന്ന കാഴ്ചകൾ ഇവിടെ കാണാനുണ്ട്. ആ കാഴ്ചകളിൽ ഒന്നാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മനഃശാന്തി ലഭിക്കുവാൻ ഏറ്റവും മികച്ച ഒന്നാണ് കാഴ്ചകൾ. പുതുമയിൽ നിന്നും പഴമയിലേക്ക് കടന്നു വരുമ്പോഴാണ് ആ ശാന്തി നമുക്ക് ലഭിക്കുക.